കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. യാടിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം ഞങ്ങൾക്കെന്നും ആ തിരുസന്നിധി അഭയം. അഗതികളാം ഞങ്ങൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. അലിവിൻ്റെ അലയാഴിയാകുന്ന വിമല ഹൃദയം, പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം അലിവിൻ്റെ അലയാഴിയാണ്. ഏവർക്കും അഭയമായി ആ വിമല ഹൃദയം നിലകൊള്ളുമ്പോൾ, പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുന്നു. പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന ഗായകൻ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറെ ശ്രദ്ധേയനായി തീർന്ന് അനേകം ഗാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും അധരങ്ങളിലും തത്തിക്കളിക്കുന്ന പരിശുദ്ധാത്മ നിറവാർന്ന ഗാനങ്ങൾ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി. അങ്ങനെ നൂറുകണക്കിന് ഗാനങ്ങൾ, അതും ഹൃദയത്തിൽ നന്മ നിറഞ്ഞ സ്നേഹ സന്ദേശങ്ങൾ പരത്തുന്ന ഗാനങ്ങൾ നമുക്കായി പ്രദാനം ചെയ്ത ഗായകൻ ശ്രീ മനോജ് ക്രിസ്റ്റി. മനോജ് ക്രിസ്റ്റി നമ്മോടൊപ്പം ഉണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഒരു സൗണ്ട് എഞ്ചിനീയർ കൂടിയായി ഗായകനായി പ്രവർത്തിക്കുമ്പോൾ മനോജിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഗാനങ്ങൾ പാടാനുണ്ട്. നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥനാപൂർവം.
കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. തഴൽ കൂപ്പിടുമെൻ അഴൽ നീക്കുക നീ ജഗദീശ്വരിയേ കരുണാകരിയേ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. ഇരുൾ ചൂഴ്ന്നിടുമാത്മാവിൽ മണിമംഗളദീപികയായി. ഇരുൾ ചൂഴ്ന്നിടുമാത്മാവിൽ മണിമംഗളദീപികയായി. പുളി തൂകണമമ്മേ നീ എന്നുമേ, പുളി തൂകണമമ്മേ നീ എന്നുമേ. സുഗദായകിയേ സുരനായകിയേ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. അറിവിൻ പൊരുളേ നിന്നെ അറിവാൽ വഴി തേടുന്നേ. അറിവിൻ പൊരുളേ നിന്നെ അറിവാൽ വഴി തേടുന്നേ. ആരിനിയമ്മേ നീ എന്നിലേ, ആരിനിയമ്മേ നീ എന്നിലേ. എന്നെ കാത്തിടുവാൻ വഴി കാട്ടിടുവാൻ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. തഴൽ കൂപ്പിടുമെൻ അഴൽ നീക്കുക നീ ജഗദീശ്വരിയേ കരുണാകരിയേ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ. മനോജ് ക്രിസ്റ്റി, പഴയ ആ ഓർമ്മകൾ മനസ്സിൽ നിറയുന്ന മാതാവിൻ്റെ ഒരു ഗാനം. എത്ര വർഷമായിട്ടുണ്ടാവാം ഈ ഗാനം ഇറങ്ങിയിട്ട്? ഓർക്കുന്നുണ്ടാവോ? ഈ പാട്ടുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുണ്ട്, ചെറിയൊരു ബന്ധം. എന്ന് പറഞ്ഞാൽ എന്നെ മ്യൂസിക് പഠിപ്പിച്ചത് അധ്യാപകൻ അമ്പളിക്കുട്ടൻ സാറാണ്. ഉപയോഗിച്ചാൽ അറിയാം. അമ്പളിക്കുട്ടൻ സാറിൻ്റെ മുത്തച്ഛനാണ് ഈ പാട്ട് എഴുതിയത്, അഭയദേവ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പഴയ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മ്യൂസിക് അഭയദേവ് വി ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത് കന്യാമറിയമേ തായേ ഞങ്ങൾക്ക് എന്നാളും ആശ്രയം നീയേ. അവരാ പരിശുദ്ധ അമ്മയെ കാണുന്നതും എത്രമാത്രം ആഴമായി അതിൻ്റെ ഉള്ളറകളിലേക്ക് വഴി തേടുന്നു. അമ്മേ
നീ അല്ലാതെ മറ്റാരാ ഉള്ളത് എന്നുള്ള ആശയം വരുന്ന മനോഹരമായ രചനയും അതിന് ചേർന്ന ഈണവും പകർന്ന അനുഗ്രഹീതമായ തുലയും ഈണവും. അദ്ദേഹം ഒരു ഹൈന്ദവനാണ്, അറിയാം. പക്ഷേ എങ്കിലും മാതാവിൻ്റെ ഇങ്ങനെ ഒരു പാട്ട് വളരെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാൻ സാധിച്ചു. അത് ആ കാലത്തൊക്കെ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ എഴുത്തുകളൊക്കെ നല്ലതാണ്. ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, മാതാവിൻ്റെയൊക്കെ, ബേബിച്ചാൻ്റെയൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ പാടാൻ കാര്യം ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് ഉള്ളത്. അതെ, സാർ എന്നെ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് ഈ പാട്ടുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ സാറിൻ്റെ ഫാമിലിയൊക്കെ ഓർക്കുകയാണ് ഈ സമയത്ത്. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. മനോജ, ഇപ്പോൾ എവിടെ നോക്കിയാലും റിംഗ് ടോണായിട്ട് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. വളരെ അർത്ഥവത്തായ ഗാനം മനോജിൻ്റെ സ്വരത്തിലൂടെ ഒഴുകിയിറങ്ങുന്നു. അതൊരു വലിയ പ്രത്യാശയാണ്. ഈ ഗാനമൊക്കെ പാടുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കുമോ പ്രേക്ഷകർക്കോട്? ഈ പാട്ട് ജോജി ജോൺസിൻ്റെ ആണ്. ഇതെല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. രാജേഷ് അത്തിക്കയം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. മനോഹരമായ രചനയാണ്. ഇതിനു മുമ്പ് ഞാൻ ജോജിയുടെ പാടിയതാണ് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നുള്ള പാട്ട്. ആക്ച്വലി അത് പാടിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ പാട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ അത് കിടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതിന് കാരണം എന്തായിരുന്നു? ഇഷ്ടപ്പെടാതെ അല്ല, അത് ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള ഒരു പാട്ടല്ലാത്തത് കൊണ്ടാണ്. അതെന്ന് വെച്ചാൽ ഞാനന്ന് ആക്ച്വലി എന്നെ ജോജി അന്ന് പാടാൻ വിളിച്ചത് ആ പാട്ടല്ല, വേറൊരു പാട്ടായിരുന്നു. ഒരു കൺവെൻഷൻ ടൈപ്പ് പാട്ടാണ്. അന്ന് ഞാൻ 2000-ലാന്ന് തോന്നുന്നു, 1999-2000 ആ പാട്ട് റെക്കോർഡാണ്. അത് നമ്മുടെ ആലാപ് സ്റ്റുഡിയോയിൽ, ഉണ്ണിമേനോൻ്റെ ആലാപ് സ്റ്റുഡിയോയിലായിരുന്നു. അന്ന് പാടാൻ വന്നത് വേറൊരു പാട്ടാണ്. അപ്പോൾ അന്ന് എനിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വീട്ടിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അത് നീ തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ ആക്ച്വലി പുള്ളി വിളിച്ചുകൊണ്ട് വന്ന എന്നോട് പാടണം എന്ന് പറഞ്ഞ പാട്ടല്ല ഞാൻ പാടിയത്. അപ്പോൾ ആ പാട്ടൊരു കൺവെൻഷൻ ടൈപ്പ് പാട്ടായിരുന്നു. അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേനും ജോജിക്ക് ഇത് സുജാതയ്ക്ക് വേണ്ടി പാടാൻ വെച്ചിരുന്ന പാട്ടാണ് ഈ കരഞ്ഞാൽ കണ്ണീരൊപ്പം എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ജോജി, അപ്പോൾ സാധാരണ അന്ന് ഞാൻ ഇത്രയും സംസാരിക്കുകയൊന്നുമില്ല, വളരെ പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയി. പിന്നെ ജോജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരു പാട്ടും കൂടി പാടണം, ജസ്റ്റ് ഒന്ന് ട്രാക്ക് പാടാൻ പറഞ്ഞു. ഒന്ന് പാടി നോക്കാം, അങ്ങനെയാണ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിട്ട് രണ്ടാമത് ആലാപ് സ്റ്റുഡിയോയിൽ വന്ന് ട്രാക്ക് പാടിയ പാട്ടാണ് ഈ കരഞ്ഞാൽ കണ്ണീരൊപ്പം. ഞാൻ ട്രാക്ക് പാടിയിട്ട് അപ്പോൾ ശരി ഇത് നല്ല പാട്ടാണ്, നിങ്ങൾക്ക് പറ്റും, ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞ് എനിക്ക് തന്നുവിട്ട്, എൻ്റെ കയ്യിൽ തന്നുവിട്ട് ഞാൻ വീട്ടിൽ പോയി പഠിച്ചിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആലാപ് സ്റ്റുഡിയോയിലെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. ആ പാട്ടങ്ങ് പോയി. അപ്പോൾ ആക്ച്വലി അത് സ്ട്രൈറ്റ് ഞാൻ പാടിയ പാട്ടല്ല. ഇപ്പം ഈ കേൾക്കണത് ഞാൻ ട്രാക്ക് പാടിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേൾക്കുന്ന പാട്ട്, ഞങ്ങൾ കേൾക്കുന്ന പാട്ട് ട്രാക്ക് പാടിയതാ. എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നുവിട്ട പാട്ട്. അത് ഞാൻ പാടിയത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോ വരുമ്പോൾ ഒരു പാട്ട് ഒന്ന് പെട്ടെന്ന് പഠിച്ച് അങ്ങ് പാടുമല്ലോ. അപ്പോൾ പുള്ളിക്ക് അത് തൃപ്തിയായില്ലായിരുന്നു, എനിക്കും തൃപ്തിയായില്ല. ഞാൻ പിന്നെ പാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോയ ആ സാധനമാണ് ഇപ്പോൾ വരുന്നത്. മറ്റേത് നഷ്ടപ്പെട്ടു പോയി. ആ കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ ആ ഗാനം, അതിൻ്റെ ഒരു 4 വരികൾ പാടൂ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. അനേക ഹൃദയങ്ങൾക്ക്, ലക്ഷോപലക്ഷം ഹൃദയങ്ങൾക്ക്
വലിയ സൗഖ്യവും ശാന്തിയും പ്രദാനം ചെയ്ത, കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ഈശോയുടെ സ്നേഹം വാഴ്ത്തിപ്പാടിയ മനോജിന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ റെക്കോർഡിങ്ങിന് മുമ്പ് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മനോജ് കൂടെ നിന്നുകൊണ്ട് തന്നെ മനോഹരമായ ഒരു ഗീതം, പ്രത്യേകിച്ച് സിറിയൻ ഓർത്തഡോക്സ് ഇല്ലേ, ആ സഭാംഗമായ മനോജിന് അങ്ങനെ മാതാവിൻ്റെ മനോഹരമായ ഒരു ഗാനം പാടാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഞങ്ങൾക്കത് വളരെ ആകർഷണീയമായി തോന്നിയിട്ടുണ്ട്. മനോജ് പലപ്പോഴും പാടിപ്പിച്ചിട്ടുണ്ട്. ആ ഗാനം മനോജ് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കുക. ശുദ്ധിമതി വാഴ്ത്തപ്പെട്ടവളേ, ദൈവത്തിൻ ജനനീ സ്വസ്തി, അഖിലാണ്ടങ്ങൾ കുടയോനേ തൻ ഉദരേ കൊണ്ടവളേ ഭാഗ്യം, താഴാഴ്മയുടെ മാതൃകയെ, സുകൃതങ്ങളുടെ കലവറയെ, സ്നേഹത്തിൻ മണിമന്ദിരമേ, പ്രാർത്ഥിച്ചിടണമടിയാർക്കായി നിന്നേകസുതൻ സന്നിധിയിൽ. മാതാവേ, നിൻ തിരുസന്നിധിയിൽ അനുതാപത്തോടു വന്നെത്തി, പ്രത്യാശ പൂർവം മധ്യസ്ഥത യാചിക്കുന്നടിയാരേ നീ കൈവിട്ടിടരുതേ അമ്മേ, നിന്നേകസുതൻ സവിധത്തിൽ അടിയാരെ ഏൽപ്പിക്കണമേ, ഉടയോൻ കരുണകളരുളിടും നിൻ പ്രാർത്ഥനയാൽ മാതാവേ.
ശുദ്ധിമതിയായ മാതാവേ, എളിമ നിറഞ്ഞ മഹോന്നതനാഥേ, നിത്യകന്യകേ, സർവവല്ലഭേ, എത്രമാത്രം വിശേഷണങ്ങളാണ് ഈ മനോഹര ഗാനത്തിൽ നിറവായത്. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനായി മാറുക. ദൈവത്തിൻ്റെ വചനമാത്. എളിമയാർന്ന മനോഭാവത്തിന്, എളിമയാർന്ന ജീവിതം, ആ മാതൃക അത് പരിശുദ്ധ മറിയത്തിൽ നാം കാണുന്നു. എത്രമാത്രം എളിമയുള്ളവളായി അവൾ മാറിയോ അത്രമാത്രം സമുന്നതമായ പദവി പരിശുദ്ധ ത്രിത്വം മറിയത്തിന് നൽകുന്നു. ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തെ നമുക്കും വാഴ്ത്തി വണങ്ങാം. അമ്മയുടെ സ്നേഹമാധ്യസ്ഥം തേടി മാലാഖവൃന്ദങ്ങളോടൊപ്പം നമുക്കും പാടി പ്രകീർത്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ശുദ്ധിമതിയായ മാതാവേ, എളിമ നിറഞ്ഞ മഹോന്നത കന്യകേ, അമ്മയുടെ നിർമ്മലമായ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും ശുദ്ധതയാർന്ന വഴിയെ ചരിക്കുവാൻ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയായ നാഥേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.